നമസ്കാരം സർ. നമസ്കാരം. സ്റ്റാലിൻ ദേവൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നല്ല പരിചയമുള്ളൊരു മുഖമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് അടുത്ത കുറേ കാലത്തേക്കെങ്കിലും ഒരു അജണ്ടയുള്ളൂ സംസാരിക്കാൻ. അത് മുനമ്പമാണ്, മുനമ്പത്തുകാരുടെ ഭാവി. ആ പാവങ്ങളുടെ നിലവിളിക്ക് എന്നാണ് പരിഹാരമുണ്ടാവുക എന്ന് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു പോരാളിയാണ് സ്റ്റാലിൻ ദേവൻ. സ്റ്റാലിൻ ദേവൻ തീർച്ചയായിട്ടും മുനമ്പത്തിന് വേണ്ടി സംസാരിക്കുന്നത്, മുനമ്പത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമോ സാമുദായികമോ ആയ താല്പര്യങ്ങൾ വെച്ചല്ല. ആ രണ്ട് കളത്തിനും പുറത്താണ് സ്റ്റാലിൻ ദേവൻ. സ്റ്റാലിൻ ദേവൻ മുനമ്പത്തെ പാവങ്ങളായ 600-ലേറെ കുടുംബങ്ങൾ, ഏതാണ്ട് 10,000-ഓളം മനുഷ്യന്മാർ, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കാനുള്ള പെടാപ്പാടിലാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെൻറ് വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയപ്പോൾ ആ പാസ്സാക്കുന്നത് വരെ ആ സമരമുഖത്ത് നിന്നവരൊക്കെ ഒന്ന് ആ ബില്ല് തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുറന്തിഞ്ഞു നിന്ന UDF-നും LDF-നും ഇപ്പോൾ മുനമ്പത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ BJPയുടെ സ്ഥിതി അതല്ല. വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാൽ മുനമ്പത്തുകാർ രക്ഷപ്പെടും എന്ന് ആവർത്തിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP. കേരളത്തിലെ BJPക്ക് മുനമ്പം ഒരു അജണ്ടയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വഖഫ് ഭേദഗതി ബില്ലിൽ മുനമ്പത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വകുപ്പുകൾ വരേണ്ടതായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഒന്നാമത്തെ ഡ്രാഫ്റ്റിൽ മുനമ്പത്തിന് വേണ്ടി ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ഒരുപക്ഷെ ദൈവാധീനം കൊണ്ട് വഖഫ് ഭേദഗതി ബില്ല് JPCക്ക് വിട്ടു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശപ്രകാരമാണ് 2A വകുപ്പ് വരുന്നത്. ദൈവസഹായം എന്ന് വേണം പറയാൻ. അത് സമയത്തിന് കണ്ടെത്തി ലോകത്തോട് പറഞ്ഞത്, ഇതാ ഒരു വഴി വന്നിരിക്കുന്നു, നമ്മുടെ മുമ്പിൽ ദൈവം ഒരു വഴി കാണിച്ചു തന്നിരിക്കുന്നു മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞതും സ്റ്റാലിൻ ദേവനാണ്. സ്റ്റാലിൻ ദേവനെ അംഗീകരിക്കാനും അത് തിരിച്ചറിയാനും ആ വഴിക്ക് പോരാട്ടം തിരിച്ചുവിടാനും ശ്രമിച്ച മറ്റൊരാൾ മാത്രം ഫാദർ ജോഷി മയ്യാറ്റിലാണ്. ഈ രണ്ടുപേരാണ് ഇപ്പോൾ മുനമ്പം സമരത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സമയത്ത് പന്ത് മുഴുവനും തീർച്ചയായിട്ടും കേരളത്തിലെ BJPയുടെ കോർട്ടിലാണ്. ഇനി നമുക്ക് വേണ്ടത്, ബില്ല് പാസ്സായിരിക്കുന്നു, ബില്ല് കോടതിയുടെ പിടിയിൽ നിന്നും ഏതാണ്ട് സുപ്രീം കോടതിയുടെ പിടിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് റൂൾ ഉണ്ടാക്കുകയാണ്. റൂള് നിർമ്മിക്കുമ്പോൾ 2A വകുപ്പുകളെ എങ്ങനെയാണ് മുനമ്പത്തുകാർക്ക് ഗുണകരമായ മട്ടിൽ മാറ്റേണ്ടത് എന്ന വിഷയം ഗൗരവത്തോടെ പരിഗണിക്കേണ്ടത് BJP തന്നെയാണ്. കേരളത്തിലെ BJP പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനോടും ഇക്കാര്യത്തിൽ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ സവിശേഷമായ താല്പര്യമെടുത്ത ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളോടും ഇവർ രണ്ടുപേരും നിരന്തരമായി ഇത് അറിയിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാർലമെന്റിലേക്കും ഈ നിർദ്ദേശങ്ങൾ ഇവർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റാലിൻ ദേവൻ നമ്മളോട് സംസാരിക്കുന്നത്. മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാൻ വഖഫ് ഭേദഗതി ബില്ലിലെ 2A വകുപ്പിന് അനുഗുണമായ ക്ലോസുകൾ നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ റൂൾസ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് ഡ്രാഫ്റ്റ് തന്നെ തയ്യാറാക്കി അദ്ദേഹം എല്ലാ ഭാഷയിലും മനസ്സിലാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും BJP ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ, ഇന്നലെ വരെ ഒഴുക്കിക്കൊണ്ടിരുന്ന കണ്ണീര്, അത് ആത്മാർത്ഥമായിരുന്നെങ്കിൽ ഇപ്പോഴാണ് BJP അത് ചെയ്ത് കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും BJP പാർലമെന്റിൽ നിർമ്മിക്കുന്ന റൂളിൽ മുനമ്പത്തുകാർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കാലേക്കുട്ടി പറഞ്ഞു വെക്കുന്നു സ്റ്റാലിൻ ദേവൻ. അത് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും ഇത് മീഡിയ മുറിയിൽ ഇരുന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമേ അതല്ല. ആളുകളെ അറിയിക്കുക, ആളാവുക എന്ന താല്പര്യമേ അല്ല. മറിച്ച് ഇതാണ് ചെയ്യേണ്ടത് എന്ന് ബന്ധപ്പെട്ടവരോടൊക്കെ കാലേക്കുട്ടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ന് നാട്ടുകാരോട് പറയാനുള്ളൊരു വേദി, ഒരു അവസരമായിട്ടാണ് ABC. ഇത് മറുനാടൻ മലയാളി മനോഹരമായി മലയാളിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഷാജൻ സ്കറിയ എന്ന നമ്മുടെ മാധ്യമ സുഹൃത്തിന് നന്ദി പറയാം. ABCയും അതിൻ്റെതായ പങ്കുവഹിക്കുന്നു. സ്റ്റാലിൻ ദേവൻ സംസാരിക്കുന്നു. അദ്ദേഹം മുനമ്പത്തിന് അനുഗുണമായി എങ്ങനെയാണ് വഖഫ് ഭേദഗതി ബില്ലിൻ്റെ റൂൾ നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സ്വാഗതം സർ. നമസ്കാരം സർ, പറയൂ സർ. സർ, ഞാൻ ഇതിലേക്ക് ഇടപെട്ട സമയത്ത് ഈ ബില്ല് പോലും തയ്യാറാക്കി പാർലമെൻറ്റിലൊന്നും അവതരിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ബില്ല് വരുമെന്നോ അത് പാസ്സാകുമെന്നോ അതിൽ മുനമ്പത്തിന് വേണ്ടി പരിഹാരം കാണുമെന്നൊന്നും നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ട്രൈബ്യൂണലിൽ നിന്നിട്ട് ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് മുനമ്പത്തെ ചരിത്രം പഠിക്കുക എന്നുള്ളതായിരുന്നു.
അതായത് ഈ സിദ്ദിഖ് ഷെട്ടുവിൻ്റെ ഈ പ്രമാണത്തിൻ്റെ പുറകിലുള്ള സത്യമെന്ത്. അങ്ങനെയാണ് നമ്മൾ 1915 മുതലുള്ള ഒരു പഠനം നടത്തി, രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പഠനം നടത്തി ആ വഴിക്ക് മാത്രം ചിന്തിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ഭേദഗതി നിയമം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ BJPക്കാരെല്ലാവരും പറഞ്ഞു ഇതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കാണും, മുൻകാല പ്രാബല്യം കാണും, അതോടുകൂടി മുൻപത്തെ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പക്ഷേ ആ ബില്ല് വായിച്ചാൽ അതിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല. അപ്പോൾ തന്നെ ഈ BJPക്കാർ ഇവിടെ ആൾക്കാരെയൊക്കെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം വേറെയുള്ളവരുടെ മുന്നിൽ ഈ ബില്ല് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴും സ്പഷ്ടമാണ് ദർ ഇസ് നോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയും ചെയ്തിരുന്നു ഇങ്ങനെ, അതുകൊണ്ട് ഈ മുൻകാല പ്രാബല്യം കാണത്തില്ല, അതുകൊണ്ട് ഈ ബില്ലിലൂടെ ഈ വിഷയം പരിഹരിക്കപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുകയാണ് ഈ മുനമ്പം വിഷയം എന്താണ്, ഫറൂഖ് കോളേജ് എന്താണ്, അല്ല വെറും ഒരു കോളേജ് എന്നല്ല, വാട്ട് കൈൻഡ് ഓഫ് എൻ എൻറ്റിറ്റി ഇറ്റ് ഈസ്, അതിൻ്റെ നിയമപരമായ ക്വാളിഫിക്കേഷൻ എന്താണ്. അങ്ങനെയാണ് ഈ JPCയിൽ പോവുകയും JPCയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തപ്പോൾ ഇതൊക്കെ മനസ്സിലിരിക്കുന്നുണ്ട്. ആ ക്ലോസ് 10 അമെൻഡിങ് സെക്ഷൻ 13 വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാ പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ JPC ഫെബ്രുവരി മാസം 14-ാം തീയതി റിപ്പോർട്ട് വെളിയിൽ വരുന്നു. 15-ാം തീയതി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു, ഇതുപോലെ പാസ്സാകുകയാണെങ്കിൽ മുനമ്പം ഓക്കെ. ഇവിടെ ഒരു BJPക്കാരും അത് കേട്ട് ഞെട്ടിയില്ല സാർ, അല്ലെങ്കിൽ സന്തോഷപ്പെട്ടു. അവർക്ക് സന്തോഷം വന്നില്ല. എങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കില്ലേ എന്താണ് മാഷേ ഞങ്ങളായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, പക്ഷെ നിങ്ങളിത് എങ്ങനെ ഇതിലുണ്ടെന്ന് പറയുന്നത്? ആരും തിരിഞ്ഞു നോക്കില്ല. ഞാനൊരു ഗൂഢമായ ചിരിക്കുകയായിരുന്നു. കാരണം ഇവരെയൊക്കെ ഒരു ദിവസം എൻ്റെ പുറകെ വരുമെന്ന് എനിക്കറിയാം. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജനറൽ DVയിൽ അനിൽ നമ്പ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ വരാൻ പോണ ഒരു കാര്യമാണ്, ഭാവിയിൽ ഞാൻ പറയും പോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും, പക്ഷേ എന്നാലും എന്നെ വിശ്വസിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അനിൽ നമ്പ്യാർ പറഞ്ഞു എനിക്ക് സാറിന് വിശ്വാസം പോരെന്നു. അങ്ങനെ ഫെബ്രുവരി മാസം 23-ാം തീയതി ജനൻ TVയിൽ മറുപടി എന്നുള്ള 1/2 മണിക്കൂർ വളരെ വിശദമായിട്ട് ആ ബോറയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ഒരു BJPക്കാരും എന്നെ വിളിച്ചില്ല. ജനം TV ചെയ്തിട്ട് പോലും വിളിച്ചില്ല. അപ്പോൾ എനിക്കൊരു ഗൂഢ മന്ദസ്മിതമായിരുന്നു. രാജ്യസഭ നമ്മുടെ ഈ ആക്ട് അവസാനം പാസ്സായത് ഫെബ്രുവരി മാസം ഏപ്രിൽ മാസം 4-ാം തീയതി വെളുക്കുകയായിരുന്നു. ഒരു 3 മണി 4 മണിക്കാണ് അത് പാസ്സായത്. 10 മണിയായപ്പോൾ ഷോൺ ജോർജ് എന്നെ വിളിക്കുന്നു, സാറേ സാർ ഒരു വീഡിയോ ജോലിയിൽ പരിഹാരം ഉണ്ടെന്ന്. എന്താണ് സാറേ പരിഹാരം? അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റുള്ള വിഷയം 1-2 മിനിറ്റിൽ ടെലിഫോണിൽ കൂടി പറയാൻ പറ്റില്ല സാർ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കേൾക്കാൻ, സാർ അതിൻ്റെ പേപ്പർ കട്ടിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. ഫസ്റ്റ് ടൈം ഒരു 2A എടുക്കാൻ BJPക്കാരൻ വന്നതാണ്. ഞാൻ വളരെ സന്തോഷമായിട്ട് അത് 2Aയുടെ ഒരു കട്ടിങ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ എല്ലായിടത്തും അയച്ചു കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷോണിലെ ഫേസ്ബുക്ക് പോസ്റ്റ്, വെരി സെറിമണി, നോക്കൂ കോൺഗ്രസ്സുകാരെ നോക്കൂ, BJP ഇത് കൊണ്ടുവന്നു, പരിഹാരമായി എന്ന് പറഞ്ഞ് പുള്ളി അയച്ചു. ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തു, ഒരു ലൈക്കും ചെയ്തു, ഒരു കമൻറ്റും ചെയ്തു, ഷെയറും ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ JR പത്മകുമാർ, എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്, പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ട് വിളിക്കുക, അപ്പോൾ നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന് പരിഹാരമുണ്ടോ, വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ ഞാൻ ഒരു കുറിപ്പിന് വേണ്ട പറഞ്ഞു കൊടുക്കുന്നു, പുള്ളി എഴുതിയെടുക്കുന്നു, ഇൻക്ലൂഡിങ് ദ സ്പെല്ലിംഗ് ഓഫ് അഗാഖാനി ഫോർ രാജീവ് ചന്ദ്രശേഖർ. ഞാൻ ഹാപ്പിയാണ്. രാജീവ് ചന്ദ്രശേഖർ വെരി നെക്സ്റ്റ് ഡേ 5-ാം തീയതി മുൻപത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമം ഭേദഗതി ചെയ്തത്, നിങ്ങൾക്ക് 100% 1000% പരിഹാരമായി എന്നും പറഞ്ഞ് ലഡ്ഡു കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ 15-ാം തീയതി ഏപ്രിൽ മാസം 15-ാം തീയതി, ഞാൻ ഇതൊന്നും വെളിയിൽ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളല്ല, ബട്ട് ദിസ് ഈസ് എ ട്രൂ സ്റ്റോറി. 15-ാം തീയതി റിജിജു വരുന്നു. അപ്പോൾ ഷോൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ അദ്ദേഹത്തിനൊരു പ്രസംഗം ഇംഗ്ലീഷ് ചെയ്ത് തരുന്നു ചെറുതായിട്ട്. ഐ വാസ് സോ ഡിലൈറ്റഡ് ആൻഡ് ഹാപ്പി. എനിക്ക് ഓർമ്മിക്കാമല്ലോ ഭാവിയിൽ. ഞാനത് ക്രിസ്പായിട്ട് ഒരു പ്രസംഗം എഴുതി കൊടുത്തു. സാറ് ഒരു കേന്ദ്രമന്ത്രിയാണ്, ഇവിടെ വരികയാണ്, ആരെങ്കിലും ഒരു തുണ്ട് കൊണ്ട് തന്നിട്ട് ഇത് പ്രസംഗിക്കണം പറഞ്ഞു, സാറ് പ്രസംഗിക്കില്ല, എന്ത് ചെയ്യണം? ഇത് കൊടുത്തിട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കണം. അതിന് ഈ കേരളത്തിൽ അത് ബ്രീഫ് ചെയ്യാൻ പറ്റുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. എന്നെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. എന്താണ് എവൻ ഇനി ക്രെഡിറ്റ് അടിച്ചോണ്ട് പോയാല BJPയുടെ ക്രെഡിറ്റ്. അതുകൊണ്ട് ഷോൺ ജോർജ് കൊടുത്തു കാണും. ഞാൻ TV ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ പറയും, ഇത് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞതില്ല. അതോടുകൂടി എന്ത് പറ്റി, BJPക്ക് വളരാനുള്ള ഏറ്റവും വലിയ റൂട്ട്, മെയിൻ റൂട്ട് അവർ ഇതിനെ വെട്ടിക്കളഞ്ഞു. കാരണം എന്താണ്, അവിടെയും ഈഗോ ആയിരുന്നു. ഇതിനകത്ത് ഷോൺ ജോർജ് എന്നെ വിളിച്ചു പറഞ്ഞു
സാറ് പറഞ്ഞ് ഞങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു ഇത് ഉള്ളത് തന്നെ. ഞാൻ സത്യം പറയല്ലോ സാർ, അപ്പോഴും ഉറപ്പില്ല. അപ്പോഴല്ല സാർ, ഇപ്പോഴും ഉറപ്പില്ല. ഈ 2A ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ ഇവിടെ ഒരു BJP കാരനും സാധ്യമല്ല. അത് സത്യമായൊരു കാര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ സാറും അന്ന് അവിടെ വന്നിരുന്നല്ലോ. ഞാൻ ഉണ്ടായിരുന്നു. ഏപ്രിൽ മാസം 23-ാം തീയതി 22-ാം തീയതി എന്നെ ഷോൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറൊന്ന് വരണം, ഞങ്ങളുടെ BJP സെല്ല് 8 വക്കീലന്മാർ ഈ 2Aയുടെ റൂൾസ് എഴുതാൻ അവിടെ ചർച്ചയിലാണ്, അതുകൊണ്ട് സാറും കൂടെ വന്ന് ഞങ്ങളൊന്ന് സഹായിക്കണം. വീണ്ടും ഐ വാസ് വെരി ഡിലേറ്റഡ്. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും, മുൻപത്തെ ഫാക്ച്വലായിട്ടുള്ള എന്ത് വേണമെങ്കിൽ എന്നെ സമീപിക്കും. അങ്ങനെ അവർ തീരുമാനിച്ച് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും. അതിൽ ചർച്ച ചെയ്ത് നമ്മൾ ഫ്രെയിം ചെയ്യും. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തായാലും നിങ്ങളെ ഗ്രൂപ്പ്? അത് ഞങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടില്ല, അത് ഫോം ചെയ്യുമ്പോൾ സാറിന് ആഡ് ചെയ്തോളാം. ഓക്കെ ബൈ. പിന്നെ ഞാനങ്ങ് മറന്നു സാർ, 7-8 വക്കീലന്മാരിരിക്കുകയല്ലേ, പിന്നെ എന്താ വലിയൊരു ഇഷ്യൂ, അവർ ചെയ്തോളൂ ഞാൻ വിചാരിച്ചു. എൻ്റെ കാര്യം കേട്ടു. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ ഷോൺ ജോർജ് എന്നെ വിളിക്കും. 2.5 മാസം കഴിയുമ്പോൾ ഷോൺ വിളിക്കുന്നു. അപ്പോൾ ഞാനൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല, കാരണം 8 വക്കീലന്മാരല്ലേ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, പിന്നെ ഞാൻ എന്തിനായാലും കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഷോൺ മുനമ്പത്തെ സംബന്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഒരു ഡീറ്റെയിലാണ് എന്നോട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് സ്വമേധയാ ഷോൺ, ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല, ഷോൺ തന്നെ പറഞ്ഞു, നമ്മളന്ന് ഒരു മീറ്റിങ്ങിൽ കൂടി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റൂൾസ് ഫ്രെയിം ചെയ്തു, സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു എന്നോട്. അപ്പോഴും എനിക്കൊന്നും തോന്നില്ല. ശരി ഓക്കെ, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഷോൺ ജോർജിൻ്റെ കഷ്ടകാലത്തിന് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു. ഞാൻ കഷ്ടകാലം എന്നായി പറയും. അതെ അതെ. ഞാനെടുത്ത് നോക്കി സാർ, മുനമ്പത്തിന് പരിഹാരമായിട്ടുള്ള ഒന്നും അതിലില്ല. എന്ന് മാത്രമല്ല, എല്ലാം തെറ്റും കൗണ്ടർ പൊളിക്കും. അയ്യോ. പിന്നെ ഈ 8 വക്കീലന്മാർക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞുകൂടാ എന്നുള്ളൊരു ധാരണയും കൂടി അത് നമ്മൾ ജനിപ്പിക്കും. വി ആർ പ്രൊപ്പോസിങ് എന്നല്ലേ പറയൂ സർ. വി പ്രൊപ്പോസിങ്, വി സബ്മിറ്റിങ്, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഒരു. ഞാൻ കുറ്റം പറയണമില്ല, ഞാനിപ്പം അവർ കുറ്റം പറയാനുള്ള ഒരു റീസൺ എനിക്ക് തന്നുകൊണ്ട് മാത്രം ഞാൻ കുറ്റം പറയുക. തീർച്ചയായും. ഇപ്പം മുനമ്പത്ത് എന്താണ് പ്രശ്നം? മുനമ്പത്തെ പ്രശ്നം എല്ലാവർക്കും അറിയാം, അതിപ്പോൾ കോടതിയിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ റൂൾസ് ഒരു ഹർജി ഡ്രാഫ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാർ ആണ് 8 പേര്, 1 പേരല്ല, 8 പേര് ഇൻക്ലൂഡിങ് ഷോൺ ജോർജ്. there were 8 അഡ്വക്കേറ്റ്സ്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നമുക്ക് കാരണം എന്തൊക്കെ കുറിച്ച് വെച്ചാൽ അങ്ങ് അയച്ചു കൊടുക്കുന്നു. പിന്നെ 2 പേരൊക്കെ ഡൽഹി പോകാനുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ, എന്ത് കൺസൾട്ട് ചെയ്യാൻ അവർ പോകണമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ ഒന്നും വേണ്ട, മുനമ്പം ഇപ്പം കേസിലാണ്, ഇതിനെ കേസിൽ നിന്ന് എങ്ങനെ എടുത്ത് അവർക്ക് ഫ്രീ ആക്കാം. ഇതൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ ഈ റൂള് എഴുതുമ്പോൾ. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സാർ, ഈ 2A അവ്യക്തമാണ്. വ്യക്തമാണ്, പക്ഷേ എന്നാലും ആ ഡ്രാഫ്റ്റിംഗ് ഒരു അവ്യക്തതയാണ്. ഫോർ എക്സാമ്പിൾ, സുപ്രീം കോടതിയിൽ ഇത് വന്നപ്പോൾ സെക്ഷൻ 2A കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു. കപിൽ സിബലാണ് പറയുന്നത് 2A കുറിച്ചിട്ട്. പെട്ടെന്ന് അത് വായിക്കുമ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും സംശയമുണ്ടായി. നോട്ട് വിസ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ്, ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട്. കോടതി ഉത്തരവുണ്ടെങ്കിൽ പോലും അദ്ദേഹം അവിടെ വെച്ച് അത് വായന നിർത്തിയിട്ട് തുഷാർ മേത്തയോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? അപ്പോൾ തുഷാർ മേത്ത എന്താ പറയുക, ഐ ഡു നോട്ട് നോ ഹൗ ദോസ് വേർഡ്സ് ആർ കം, പ്ലീസ് നെഗ്ലക്ട് ഇറ്റ്. ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം അത് അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെയല്ല, കാരണം അങ്ങനെയല്ല, നിയമത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന എഴുതി. പക്ഷെ അതെന്ത് ചെയ്യണം, നമ്മൾ അവസാനം വരെ ശ്രദ്ധിച്ച് വായിച്ചാലേ അത് കിട്ടൂ. ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും കോടതി ധിക്കരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ആര് റൂൾസ് എഴുതിയാലും ആദ്യം ചെയ്യേണ്ടത്, കാരണം ഭാവിയിൽ ഇത് എല്ലാ കോടതിയിലും കേസ് വരുമ്പോൾ ഇതായിരിക്കും ചർച്ചാ വിഷയം. വാട്ട് ഈസ് ഇറ്റ്? ഇത് നിയമത്തിന് വിധേയമാണെന്ന് വ്യാഖ്യാനിക്കണം. കാരണം വക്കീലന്മാർ ആ രീതിക്ക് പോകുമല്ലോ. അപ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെന്റ് വൈൽ ഡ്രാഫ്റ്റിംഗ് ദ റൂൾസ് ഈസ് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതെന്താണെന്നുള്ളത്. അത് ഇവരാരും ചെയ്തില്ല. പിന്നെ അതിന് വീണ്ടും പറയാം, റീഇറ്ററേറ്റ് ചെയ്യാം, ഈ കോടതി ഉത്തരവുകളെ ഒന്നും തന്നെ വയലേറ്റ് ചെയ്യപ്പെടില്ല. ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഇത് വാട്ട് എവർ മേ ബി ദ കോർട്ട് ജഡ്ജ്മെന്റ്, നമ്മൾ ഇതുകൊണ്ട് എല്ലാ നിയമങ്ങളും ബാധകമാണ്, അത് അതുപോലെ നിൽക്കും. വഖഫ് നിയമത്തിന്റെ വെളിയിൽ പോകുന്നു എന്ന് വീണ്ടും അതോടുകൂടി എന്ത് ചെയ്യും, വളരെ കൃത്യമാകും. 3 എന്താണ് സാർ, ഈ മുനമ്പം കേസിലാണ്. വി ആർ കമ്മിങ് ടു മുനമ്പം ഇഷ്യൂ. ഇതുവരെ പറഞ്ഞ 2 എണ്ണവും ഇന്ത്യയിലുള്ള എല്ലാ പേർക്കും ജനറലാണ്. മുനമ്പത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേസിൽ കിടക്കുക. ഇവരാങ്ങനെ കോടതിയിൽ നിന്ന് വെളിയിലാക്കി
ഫ്രീ ബേർഡാക്കി പറന്നു പോകാൻ പറയാൻ ഇത്ര ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോഴും ഒരു BJP-ക്കാർക്കും പറയാൻ അറിയില്ല എന്ന് എനിക്ക് അറിയാം. എന്താണ്? എല്ലാവരും പറയും ട്രസ്റ്റും സൊസൈറ്റിയും വെളിയിലാണ്, ട്രസ്റ്റും സൊസൈറ്റിയും വെളിയിലാണ്. ആണോ? അല്ല. ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു, ഏത് ട്രസ്റ്റും ഏത് സൊസൈറ്റിയും ഏത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെഡിക്കേറ്റ് ചെയ്ത മനുഷ്യൻ ഹാസ് ടു ബി എ മുസ്ലിം. അതെ, ഫസ്റ്റ് മുനമ്പത്ത് അത് സിദ്ദീഖ് സേട്ടു ആണ്. 2, ഒരു വഖഫിന് സമാനമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളായിരിക്കണം. തീർച്ചയായിട്ടും റിലീജിയസ്, പയസ് ആൻഡ് ചാരിറ്റബിൾ. മുനമ്പത്ത് അത് അങ്ങനെയാണെന്നാണ് വഖഫ് സംരക്ഷണ വേദിയും വഖഫ് എല്ലാവരും സാറും ഞാനും നമ്മൾ സമ്മതിച്ചു. അടുത്തത്, ഈ കൊടുത്തത് ഒരു പൊതു ധർമ്മ സ്ഥാപനത്തിനായിരിക്കണം, അത് രജിസ്റ്റർ ചെയ്തതും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ എക്സംഷൻ കിട്ടൂ. എല്ലാ ട്രസ്റ്റിനും എല്ലാ സൊസൈറ്റിക്കും എക്സംഷൻ കിട്ടത്തില്ല. അപ്പോൾ അതിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഒരു റൂൾസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വരുന്ന നിമിഷം മുതൽ ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ അതിനു മുമ്പ് വഖഫ് ബോർഡ് എടുത്തിരുന്നുവെങ്കിൽ അത് ആരംഭത്തിലെ അസാധുവാകും എന്ന് എഴുതി വച്ചു കഴിഞ്ഞാൽ മുനമ്പം ഫ്രീ ആയി. തീർച്ചയായും. പക്ഷേ ഇവർ 2 പ്രാവശ്യം ആദ്യം എഴുതി അയച്ച റൂൾസിനെയൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ റൂൾസ് എഴുതുന്നു. കാരണം എന്താണ്? അത് കാണിക്കുന്നത് ആദ്യം എഴുതി അത്രയും പൊട്ടത്തനായിരുന്നു എന്നല്ലേ. അല്ലെങ്കിൽ പിന്നെ മാറ്റേണ്ട കാര്യമില്ലല്ലോ സാർ. ഇപ്പോഴും ഞങ്ങൾ അവരെ പിറകെ നിറക്കെ ഞങ്ങളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യൂ, ഞാനുമായിട്ടും ഈ ഫാദർ ജോഷിയുമായിട്ട് പ്ലീസ് ഒന്ന് കൺസിഡർ ചെയ്യും. ഇല്ല, ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല, ഞങ്ങൾ തോന്നുന്ന എഴുതി അയക്കും എന്നും പറഞ്ഞിട്ടാണ് ഇവിടുത്തെ BJP എന്ന് ഞാൻ ആസ് എ ഹോൾ പറയുന്നില്ല, ഈ എറണാകുളത്തിരിക്കുന്ന BJP സെൽ എന്ന് പറയുന്ന സംഭവം അവരുടെ ഈഗോയുടെ പുറത്ത് മാത്രം വർക്ക് ചെയ്യുന്നു. മുനമ്പം ഇഷ്യൂ അറിയില്ല, നേരെ ഇംഗ്ലീഷ് ഗ്രാമർ അറിയില്ല, വഖഫ് ആക്ട് അറിയില്ല, എന്താണ് അവർ ചെയ്യുന്നതെന്ന്. പക്ഷേ ഈ നിർണായകമായ ഘട്ടത്തിൽ അവരുടെ ഈഗോക്ക് കൊടുക്കേണ്ടി വരുന്ന വില അത് മുനമ്പത്തെ പട്ടിണി പാവങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യണം. ഈ 2 പ്രാവശ്യം അവർ റൂൾസ് ഫ്രെയിം ചെയ്തു. അതിൽ മുനമ്പത്തിന് പരിഹാരം ഉണ്ട് എന്ന് അവരിൽ ആർക്കെങ്കിലും എന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കും. ദർ ഇസ് നോ റെമഡി. ഏറ്റെടുക്കട്ടെ ഈ വെല്ലുവിളി അവർ ഏറ്റെടുക്കണം. നമുക്ക് ABC വേണമെങ്കിൽ വരാം. അവർ പറയണതാണ് ശരി, ഞാൻ പറയണതാണ് തെറ്റാണെന്ന് പറയാൻ, സമർത്ഥിക്കാൻ, തെളിയിക്കാൻ ഞാൻ ഈ BJP സെല്ലിനെ വെല്ലുവിളിക്കാം. തീർച്ചയായിട്ടും. ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇനി അവർക്ക് ഇത് UDF ഉണ്ടാക്കിയ ഇഷ്യൂ ആണ്, LDF ഉണ്ടാക്കിയ ഇഷ്യൂ ആണ് എന്ന് പറയാനാവില്ല. കാരണം അവർ 2 കൂട്ടരും ഈ ബില്ലിനെ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ഇല്ല. അവർക്ക് ജീവിതകാലം മുഴുവൻ ഇനി മുനമ്പത്തുകാരോട് വോട്ട് ചോദിക്കാനുള്ള അവകാശം UDF-നും LDF-നും നഷ്ടപ്പെട്ടു. അവർക്ക് BJP ആണ് അവർ വിശ്വസിച്ചത്, BJP ആണ് അവരുടെ കൂടെ നിന്നത്. BJP പറഞ്ഞത് ആത്മാർത്ഥമായിരുന്നെങ്കിൽ അവരുടെ കർമ്മത്തിലും അത് കാണണം. അത് കാണേണ്ട സമയമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ BJP എന്ത് ചെയ്യണം? എന്നെയും ഫാദർ ജോഷി മേലിനെയും വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിക്കണം. തീർച്ചയായും ഞങ്ങളെ ഡ്രാഫ്റ്റ് ചെയ്തോളൂ. ഏൽപ്പിക്കാലോ. കാരണം ഈ സമരത്തില് ആരും വിളിക്കാതെ ചെന്ന് അത് പഠിച്ച് അവരോടൊപ്പം മുനമ്പത്തിന് വേണ്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ഞാനും ഫാദർ ജോഷി മേലിൽ തന്നെയാണ്. അതല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇത് അവസാനം കൊണ്ടെത്തിച്ച് അവർക്ക് ആ റവന്യൂ അവകാശം കിട്ടണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. മുനമ്പക്കാർ ആർക്ക് വോട്ട് ചെയ്താലും എനിക്കൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് സാർ? ആക്ച്വലി ഇനി എന്ന് വരെ സമയമുണ്ട് ഇതിന്റെ ഡ്രാഫ്റ്റ് റൂള് നിർമ്മിക്കാൻ? അത് സാർ പാർലമെന്റിൽ ഇപ്പോൾ ഇത് 2 പാർലമെന്റ് മീറ്റിങ്ങിനിടയ്ക്ക് മാക്സിമം 6 മാസം സമയമുള്ളൂ. ഇപ്പൊ നോർമലി അടുത്ത വിന്റർ സെഷൻ വരുന്നത് നവംബർ ഡിസംബറിലാണ് സമയമുണ്ട്. ഇപ്പോൾ ഇത് സഫിഷ്യന്റ് ടൈം ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് ആൻഡ് പ്രൊഡ്യൂസ് ഇത് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. റൂൾസ് ഞങ്ങൾ ഇനി ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണോ അവർ പറയുന്നത്? എന്നിട്ട് എനിക്ക് വായിച്ച് കേൾപ്പിച്ചിരുന്നു, ഡിസ്കസ് ചെയ്യാൻ സമ്മതിച്ചു ഷോൺ ജോർജ്. എന്നിട്ട് അവർ ഡ്രാഫ്റ്റ് ചെയ്ത് 4.5 മണിക്കൂർ എന്നെ വിളിച്ചിട്ട് പറയും, സാർ ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തു, ഞാൻ വായിക്കാൻ പോകണം, സാർ ശ്രദ്ധിച്ച് കേൾക്കണം, എന്തെങ്കിലും പറയണം, ഇപ്പം പറയണം, പിന്നെ സാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. ഷോണല്ല, ഷോൺ വിളിച്ചിട്ട് മറ്റൊരു വക്കീലിന്റെ കൊടുത്തു. അവിടെയാണ് സുബിൻ എന്നോ മറ്റൊരു എറണാകുളത്തുള്ള. ഇതാണോ സാർ ചർച്ച? എന്നിട്ട് ഞാൻ പറഞ്ഞു കൈൻഡ്ലി സെൻഡ് ഇറ്റ് ടു മീ, ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇല്ല ഇതിപ്പോൾ വായിക്കുന്നു സാറ് പറഞ്ഞ അതിനിടയ്ക്ക് ഞാൻ ഒരു അമെൻമെന്റ് പറഞ്ഞു, അത് എഴുതി എനിക്ക് ഇപ്പം തിരിച്ചേക്കാൻ ഞാൻ അയക്കാൻ പോകും. ഒരു സാർ കേട്ടെടുത്തോളം ഈ പറഞ്ഞ സാറിന്റെ മനസ്സിലുള്ള വല്ല ഭേദഗതി അതിനകത്തുണ്ടോ? ഇല്ല സാർ, അതിൽ പരിഹാരമേ ഇല്ലെന്നേ. അതന്നെ ഞാൻ വെല്ലുവിളിച്ചത്. പരിഹാരം ഉണ്ടെന്ന് കാണിച്ചു തരൂ. 8 വക്കീലന്മാരുണ്ട്, അതിൽ ഏറ്റവും പ്രഗത്ഭൻ ആ വക്കീലിനെ എന്റെ ഫ്രണ്ടിലോട്ട് അയക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ അലസമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാമെങ്കിലല്ലേ സാർ പറ്റിക്കാനും അറിയണ്ടേ? ഈ വക്കഫായിട്ട് എന്താണെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ പറ്റിക്കും? അതുകൊണ്ട് ഞാൻ ഷോണിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷോൺ, ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് യു ആർ പ്ലേയിങ് വിത്ത് ഫയർ.
അതുകൊണ്ടാണ് ഞാൻ ABC വന്നത്. ഞാൻ മറുനാടനെ സമീപിച്ച് ജനങ്ങൾക്ക് അറിയണം അവരെന്താണ് ചെയ്യുന്നത്. ഇതേ സെൻറ്റൻസാണ് പറഞ്ഞത്. അപ്പോൾ വളരെ സങ്കടമുണ്ട്. നമ്മൾ ഇത്രയും നമുക്ക് പേഴ്സണലായിട്ട് ഒരു ഉപയോഗമില്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പിറകെ നടന്നിട്ട് ഇത് ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ BJP തന്നെ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും BJP-ക്കാർ, എനിക്ക് തോന്നുന്നു BJP-ക്കാരോട് അടിയന്തരമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് ഇനിയും സമയമുണ്ട് ബോധ്യപ്പെടുത്തുകയും വേണം. കാരണം അവർ ഇത് അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം കൂടിയായി പോകും. നമുക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ദ്രോഹിക്കാതിരിക്കാമല്ലോ. ഇതവർ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ റൂൾസ് എഴുതാൻ. ലെറ്റ് ദ സെൻട്രൽ ഗവൺമെന്റ് ടേക്ക് ഇറ്റ്സ് ഓൺ ഡ്രാഫ്റ്റ് ദ റൂൾസ് ദംസെൽസ് എന്ന് പറഞ്ഞാലും ഇവർ രക്ഷപ്പെടും. സമരസമിതിക്ക് ഈ കാര്യം ബോധ്യമുണ്ടോ സാർ? സമരസമിതി അവിടെ വേറൊരു കാര്യം ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്കും ഈ മുനമ്പം തീർന്നു കാണണമെന്ന് ആഗ്രഹമില്ല. അവരെയൊക്കെ അദൃശ്യ ശക്തികളാണ് അവരെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അവരെയൊക്കെ രാഷ്ട്രീയങ്ങൾ ഇങ്ങനെ കളിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദേ ഹാവ് ഗോട്ട് ഹിഡൻ അജൻഡാസ്. കൂടെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്കും ഫാദർ ജോഷി മയ്യാറ്റിലിനും അതിൽ ഒരു ഗൂഢ ലക്ഷ്യമില്ല. അവരെ ഈ കേസിൽ നിന്നൊക്കെ വിമുക്തരാക്കി അവരുടെ ഭൂമിയും കിടപ്പാടും അവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം. അത് മുൻനിർത്തിയാണ് ഞങ്ങൾ രണ്ടും വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മുനമ്പം സമരം, മുനമ്പം ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ, അതിനകത്ത് തന്നെ വലിയ പ്രതീക്ഷയോടെ വന്ന വഖഫ് ബില്ല്, അത് കൈകാര്യം ചെയ്ത കേരളത്തിലെ BJP, പ്രത്യേകിച്ച് എറണാകുളത്തെ ഒരു സെല്ല്, ഇവരൊന്നും നമ്മൾ കേട്ടതിനപ്പുറത്തുള്ള താല്പര്യങ്ങളുടെ പിന്നാലെയാണ്, അല്ലെങ്കിൽ ആ താല്പര്യങ്ങൾക്ക് അറിയില്ല സർ. അവർക്ക് നോട്ട് അറ്റ് ഓൾ സീരിയസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങളോട് എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ? ഞങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? അതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞ് ഞാനിപ്പോൾ എല്ലാം തികഞ്ഞിരിക്കുന്നല്ലോ, അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നൂടെ? അപ്പം നമ്മൾ വന്നിട്ട് ABC ഇന്റർവ്യൂ തരത്തില്ലല്ലോ. BJP-യുടെ ഉത്തരവാദപ്പെട്ട എല്ലാവരും കേൾക്കട്ടെ. നിങ്ങൾ ഇത്രയും കാലം മുനമ്പത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ അധ്വാനവും, നിങ്ങളുടെ ആത്മാർത്ഥതയും ഞങ്ങൾ ഇന്നലെ വരെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിർണായകമായ ഈ ഘട്ടത്തിൽ നിങ്ങൾ വേണ്ടത് വേണ്ട നേരത്ത് വേണ്ട വിധം ഉണർന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സൽപ്പേരും കളഞ്ഞു കുളിക്കുമെന്ന് മാത്രമല്ല, മുനമ്പത്തുകാരെ പറ്റിക്കാൻ നിങ്ങളും കൂട്ടുനിന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അലസത മുനമ്പത്തുകാരെ നിത്യ കണ്ണീരിലേക്ക് ആഴ്ത്തി എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ആവശ്യമായ വിധം ഈ റൂൾസിൽ ഭേദഗതി വരുത്തി പാർലമെന്റിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയില്ലെങ്കിൽ മറ്റാരെക്കാളും ഇന്ത്യയിൽ സഫർ ചെയ്യുക തീർച്ചയായിട്ടും മുനമ്പം സമരം ഏറ്റെടുത്ത BJP ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മുമ്പിൽ സ്വമേധയാ ഈ വിഷയങ്ങൾ മുഴുവൻ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായി സേവനം ചെയ്യാൻ രണ്ട് മനുഷ്യന്മാർ, രണ്ട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ മനുഷ്യസ്നേഹികളായ രണ്ടുപേർ, സ്റ്റാലിൻ ദേവനും ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിലും നിങ്ങളുടെ മുമ്പിലുണ്ട്. അവർ പറയുന്നതിന് ചെവിക്കൊള്ളാനെങ്കിലും നിങ്ങൾ സന്മനസ് കാണിച്ചാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ ഇമേജും BJP-യുടെ മുഖവും തിളങ്ങും. ഒപ്പം മുനമ്പം രക്ഷപ്പെടുകയും ചെയ്യും. മുനമ്പത്തെ പാവപ്പെട്ടവർ രക്ഷപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. ഒരുപക്ഷെ ടുമോറോ ഈസ് ടു ലേറ്റ്. ദേവൻ സാറിന് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇല്ല, ദേ ഹാവ് ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. അതല്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടു പേ ഹെവി പ്രൈസ് ഫോർ ഇറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.